പറവൂർ കാരയാട് ഗവൺമെന്റ് LP സ്കൂളിൽ ഓപ്പൺ ഓഡിറ്റോറിയം സ്കൂളിന് സമർപ്പിച്ചു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ. പറവൂർ കാരയാട് ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയതായി നിർമ്മിച്ച ഓപ്പൺ ഓഡിറ്റോറിയം സമർപ്പിച്ചതോടെ ഗ്രാമീണ മേഖലയിലെ സ്കൂളിന് അത് ഇരട്ടി മധുരമായി. M. വിജിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള തുക ഉപയോഗിച്ചാണ് ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിച്ചത്. പ്രവേശനോത്സവ ദിനത്തിൽ M. വിജിൻ MLA തന്നെയാണ് ഓഡിറ്റോറിയം ഉദ്ഘാടനം ചെയ്തത്. അല്ലേ? പരിപാടിയെല്ലാം മഴ കൊള്ളാണ്ട് അവിടെ അർത്ഥം ഇതാരാക്കി തന്നിന്? ഇതിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് അതിമനോഹരമായ നല്ല ഇന്റർലോക്കലിട്ട് നല്ല വൃത്തിയില്ലേ? പ്രവേശനോത്സവമാണെന്നല്ലേ? അതുകൊണ്ട് ആ കയ്യിലെല്ലാം അക്ഷരങ്ങൾ എഴുതി വെച്ച വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ അല്ലേ, കടലാസ് പൂക്കൾ നിങ്ങൾ പിടിച്ചിരിക്കുന്നത്. കേരളത്തിൻ്റെ പൊതുവിദ്യാലയങ്ങളും മറ്റു വിദ്യാലയങ്ങളിലെല്ലാം ഇന്ന് പ്രവേശനോത്സവം നടക്കുകയാണ്. നിങ്ങളെല്ലാം വളരെ നല്ല മക്കളായി പഠിക്കാനും കളിക്കാനും സ്കൂളിലേക്ക് വന്നതാണ്. നല്ല മക്കളായി നിങ്ങൾക്ക് പഠിക്കാനും കളിക്കാനും സാധിക്കണം. എല്ലാവരും വളരെ സന്തോഷപൂർവ്വം മിടുക്കന്മാരായി വളരട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രവേശനോത്സവവും കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ 10 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൻ്റെയും ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ചടങ്ങിൽ കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T. സുലജ അധ്യക്ഷത വഹിച്ചു. നിറഞ്ഞ ആഘോഷമായി തന്നെ, ഒരു മഹോത്സവമായി തന്നെ നമ്മുടെ സ്കൂളുകൾ ഇന്ന് പ്രവേശനോത്സവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മധ്യവേനൽ അവധി കഴിഞ്ഞ് പുത്തൻ പുസ്തകവും ബാഗും കുടയും ഡ്രസ്സും ഒക്കെയായി വളരെ സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് ഇപ്പോൾ കടന്നു വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു സന്തോഷം പരമാവധി ഉണ്ടാക്കിയെടുക്കാനും മെച്ചപ്പെട്ട നിലയിലുള്ള വിദ്യാഭ്യാസം നമ്മുടെ കുട്ടികൾക്ക് നൽകുവാനും വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ സ്കൂളിൽ പ്രവേശനോത്സവത്തിന് മുന്നേ തന്നെ എല്ലാ ക്ലാസ്സിലേക്കുള്ള പുസ്തകങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭ്യമായി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഉച്ചഭക്ഷണം, മുമ്പൊക്കെ ഉച്ചക്കഞ്ഞിയാണ് നൽകിയിരുന്നതെങ്കിൽ ഇപ്പോൾ വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയാണ് ഉച്ചക്ക് നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ രീതിയിലുള്ള നിരവധി പരിശീലനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ അധ്യാപകർക്ക് നൽകിക്കൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ വേണ്ടി കഴിയുന്ന തരത്തിലേക്ക് നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മാറിയിരിക്കുകയാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N. കാർത്യായനി സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് K. മോഹനൻ, തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷീജ കൈപ്രത്ത്, പഞ്ചായത്ത് സെക്രട്ടറി ഷിബു കരുൺ, സ്കൂൾ HM ഉബൈരത്ത്, മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P. പ്രകാശൻ, PTA പ്രസിഡന്റ് PV അനിൽകുമാർ, K. ഭാസ്കരൻ, NG സുനിൽ, KK ആലിക്കുഞ്ഞി, P. നാരായണൻ, TV ചന്ദൻകുട്ടി, CP വേണുഗോപാൽ, M. സുഗുണൻ, മദർ PTA പ്രസിഡന്റ് ഷഹീന ഹക്കീം തുടങ്ങിയവർ ആശംസകൾ നേർന്നു. ഗൃഹപ്രവേശം, വിവാഹം, ആഘോഷങ്ങൾ എന്തുമാകട്ടെ, വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്. മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം, സ്റ്റീൽ, പ്ലാസ്റ്റിക്, ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനി എല്ലാം ഒരു കുടക്കീഴിൽ. കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ്, വില്ലേജ് ഓഫീസിന് സമീപം, ബസ് സ്റ്റാൻഡ്, ചെറുപുഴ.